ഹായ്, രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി. യെസ്, ആ ബ്ലഡിൽ എന്തുണ്ടോ അത് കൃത്യമായി പ്രൂഫ് ആകുന്നുണ്ട്, കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഭയങ്കര സൂപ്പർ സംഗതിയാണ് പുള്ളി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. വാർത്താ സമ്മേളനം നടത്തിയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തിരിമറികൾ നടത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടിക, വോട്ടർ ലിസ്റ്റ്, വോട്ട് ഇത്രയധികം തിരിമറി നടത്തിയ ഒരു കള്ളക്കൂട്ടമാണ് അവിടെയുള്ളത്. കർണാടക ബേസ് ചെയ്ത് നടക്കുന്ന ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്ത എഫേർട്ട് ഭയങ്കര പ്രശംസനീയമാണ്. ആരായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഭയങ്കര കയ്യടിയാണ് കൊടുക്കാൻ തോന്നുന്നത്. സീരിയസ്ലി കൃത്യം എവിഡൻസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ എനിക്ക് കോമഡിയായി തോന്നിയതെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അത്രേ ചലഞ്ച് ചെയ്യണു കോൺഗ്രസിനെ തെളിയിക്കുന്നു. അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, നിങ്ങൾ അവറ്റുള്ള കൂടെയാ? ഇതാണ് മൊത്ത രാജ്യം വിൽക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ചുഖാഹെ എന്ന് വെച്ചാൽ വിൽക്കപ്പെട്ടിരിക്കുന്നു. എനിവേ, ജനാധിപത്യം മരിച്ചത് 2014 തൊട്ട് ആണ്. ഇവിടെ ജനാധിപത്യം ഇല്ല. നമ്മൾ വോട്ട് കൊടുത്ത് നമ്മൾ ജയിപ്പിച്ച ഒരു വ്യക്തി നമ്മളുടെ കാശ് കൊണ്ട്, അതെ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ കൊണ്ട് ലോകം ചുറ്റുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. ലോകത്ത് എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞ് നമുക്ക് വേണ്ടി എന്തൊക്കെയോ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. എതിർക്കുന്ന പ്രതിപക്ഷത്തിനെ അടിച്ചുകൊണ്ടേയിരുന്നു. മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ തളർത്തിയിട്ടു. അതിലവർ സക്സസ്സും ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെ പ്രശ്നം, രാജീവ് ഗാന്ധിക്ക് ഏറ്റവും നല്ല അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളിലേക്ക് ഒത്തിരി ഇടങ്ങി ചെയ്യണം, പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്തു തീർക്കണമെന്നൊരു വെപ്രാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലൊരു ഗ്രേറ്റ് ലീഡറിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതേ ഗ്രേറ്റ്നെസ് ഉണ്ട് രാഹുലിന്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാം? ആളെ പപ്പുവാക്കി ചുരുക്കി. ആൾ പറയുന്നതിനൊക്കെ വിഡ്ഢിത്തമെന്ന് പറഞ്ഞു, ആളെ കളിയാക്കി, കുഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കി. ഇത്ര ഏജായിട്ട് പോലും ആ കുട്ടി ബിഹേവിയർ, അതായത് മിൽക്ക് ബിഹേവിയർ മാറിയിട്ടില്ല പുള്ളിക്ക്. പുള്ളിയോട് ആരോ പറഞ്ഞു കൊടുത്തു, അത്യാവശ്യം ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ യൂട്യൂബേഴ്സിനെ സംഘടിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാരെ വന്ന് പുള്ളി കാണാൻ തുടങ്ങി കേരളത്തിലേക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാഹുൽ ഗാന്ധിക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടായാലോ, പ്രിയങ്ക ഗാന്ധിയുടെ കുട്ടികളെയൊക്കെ കേരളീയർക്ക് അറിയാൻ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതൊക്കെ ചെയ്തതിലൂടെ പുള്ളിയുടെ ആ ചൈൽഡിഷ് മെൻറ്റാലിറ്റി കുറച്ചുകൂടെ ഇംപ്ലിമെൻ്റ് ആയി. അതാണ് നടന്നത്. വാസ്തവത്തിൽ പുള്ളി പറയുന്നതൊക്കെ ആപ്റ്റാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ പുള്ളിയുടെ സ്പീച്ചൊക്കെ ഭയങ്കരമാണ്. നമ്മൾ ഇരുന്ന് ചിന്തിക്കും, ഇത്രയൊക്കെ അറിയുമോ പുള്ളിക്കെന്ന്. അതായത് ചിലരുടെയൊക്കെ ചിന്താധാരയിലേക്ക് പുള്ളി ഒരു പപ്പുവാണ് എന്നുള്ളൊരു അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള ടീം ശരിയല്ല എന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് തിരുത്തുന്നു. കൂടെയുള്ള ടീം സൂപ്പർ, ഒന്നും പറയാനില്ല, ചാൻസേ ഇല്ല. കണ്ടുപിടുത്തമുണ്ടല്ലോ, പൊളിച്ചു. ഇതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടെ പറയാനുണ്ട്. ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഒരു വിഷയത്തിനെ പ്രതിപാദിച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒത്തിരി പേര് മുന്നോട്ട് വന്നിരുന്നു. അവരോടൊക്കെ ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞൊരു റീസൺ, ഇതൊരു ഇസ്ലാമിൻ്റെ വെറും ഒരു കുറ്റച്ചാട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറ്റാരോപണമായി മാറ്റി അവർ സേഫ് ആകും എന്നുള്ളത് കൊണ്ടാണ് മാറി നിൽക്കാൻ പറഞ്ഞത്. നിങ്ങളത് മനഃപൂർവ്വം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ആ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നമ്മളെടുത്ത് അഡ്രസ്സ് ചെയ്തേനെ. മുസ്ലിംസ് മാറി നിൽക്കണം ഇത്തരം വിഷയങ്ങളിൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത്തരം വിഷയം എന്ന് പറയുമ്പോൾ കെടുകാര്യസ്ഥതകൾ വിളിച്ചു പറയുന്നതല്ല, ഇത് മുസ്ലിങ്ങൾ എടുക്കേണ്ട വിഷയമാണ്. ഈ വോട്ടിംഗ് സിസ്റ്റം എനിക്കിപ്പോൾ ID ഉണ്ട്, ഇലക്ഷൻ ID, പക്ഷെ അത് പുതുക്കിയിട്ടില്ല വെച്ചാൽ ഞാൻ എലിജിബിൾ അല്ല. എൻ്റെ വോട്ട് ആരും ചെയ്യത്തില്ല, അതവിടെ empty ആയിട്ട് തന്നെ കിടക്കും. നമ്മുടെ നാട്ടിൽ അത്രയും സ്ട്രിക്റ്റാണ്. അവരുടെ നാട്ടിൽ ഇത്രയധികം വോട്ടും ഇത്രയധികം ആൾക്കാരും വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിച്ചു, ഇവരങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്ന ക്രമക്കേട് അത് കൃത്യം തെളിവുൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. നോക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് പറയണ തെളിവ് ചെയ്യടാന്ന്. അങ്ങനെ എന്തായാലും സമരത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും വരത്തില്ല, പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയം എടുക്കുന്നു. ഇതിനകത്ത് രാഹുൽ ഗാന്ധി കാണിക്കുന്ന കുറേയധികം ഇതുണ്ട്. Here is house number 35. 80 voters live in this house. We sent people to check. They got beaten up. These 80 people live in this house. It's a single room house. Here's another one. Booth number 366. Thoda isme zoom in karo. 46 voters, all from different families, living in a single bedroom house. And when we go there, they don't exist. Zoom out. So that's a single bedroom. 46 voters living there. Same thing there, 80 voters living there. No sign of their existence. When we go there, we're threatened. Our people go there, they're threatened. Take video, they're threatened. Okay, next. Here is 68 voters in a brewery, commercial establishment. Nobody lives there. Right? And when we go and ask them, where are these people? Who are these people? Nothing. We don't know. Never heard of that. Zoom in.
And that's fake and invalid. സ്ഥലത്തേക്ക് ആളെ വിട്ടപ്പോഴൊക്കെ അടി കിട്ടി ഇടി കിട്ടി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. സത്യമായിരിക്കാം, തീർച്ചയായിട്ടും സത്യമായിരിക്കാം. കാരണം ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതി കണ്ടുപിടിക്കപ്പെടുമ്പോൾ പ്രശ്നമല്ലേ. ഒരേ വീട്ടിൽ ഒരു മുറിയിൽ 80 പേര് താമസിച്ചു എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം. ഫോട്ടോകൾ വെച്ച് അവരുടെ ഐഡി ഉണ്ടാക്കി അത് വെച്ച് വോട്ടിട്ടിരിക്കുകയാണ്. അസാധ്യ കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടും അല്ല കേട്ടോ. There are 4,000 voters. Show the photos. These are photos. Either no photo or a photo that is so small that ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ ഫോട്ടോയുടെ സ്പേസ് എം ടി ആക്കിയിട്ടില്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് പോലൊരു സാധനം. ഫോട്ടോ ഇല്ലാത്ത വോട്ടർ ഐ ഡികൾ എങ്ങനെയുണ്ട്? ഓരോന്നും കാണുമ്പോൾ ഷോക്കഡായിരിക്കുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരേ അഡ്രസ്സിൽ നിന്ന് ബൾക്കായിട്ടുള്ള ആൾക്കാർ. Okay, so what we are saying to the Election Commission is you're not in the business of destroying Indian democracy. You're in the business of protecting it. All this information now, this is evidence. Not just the Karnataka information, every single voter list of the country. This is a crime that is being committed against the Indian Constitution, against the Indian flag. Okay, this is nothing less than that. And this is evidence of the crime in one assembly. We are absolutely convinced, because we see the pattern, we've studied the pattern, we are absolutely convinced that this crime is being done at a huge scale across the country, in state after state after state. So for us, the CCTV footage and the voter list is now evidence in crime. And the Election Commission is busy trying to destroy it. So I want the nation to know that there is a huge criminal fraud being perpetrated on this country. It is being done by the Election Commission and the party in power, and we have given you crystal clear, undoubtable proof here. There is circumstantial evidence. They do not give us the data. They give us the runaround. They have actively themselves said they're going to destroy CCTV footage. This is why they want to destroy it. They want to destroy it so that we cannot identify Shakun Rani voting twice. That's the truth of Indian democracy. ഒന്നും പറയാനില്ല. ഗ്രേറ്റ് 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 സൂപ്പർ സൂപ്പർ. അച്ഛൻ്റെ മോൻ തന്നെയാണ് തെളിയിച്ചു എന്നുള്ളതാണ് വസ്തുത. സത്യമാണ് പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞപ്പോൾ തെളിവ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. തെളിവ് കൊണ്ട് കൊടുത്തപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, അന്വേഷണമില്ല. അപ്പോൾ ഈ ഫ്രോഡുകളിൻ്റെ പിന്നിൽ അവരും കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി അടുത്ത് ചെയ്തത് വാർത്താ സമ്മേളനമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് വാർത്താ സമ്മേളനം. ഇങ്ങനെ വേണം, തെളിവ് വെച്ച് വേണം സംസാരിക്കാൻ. ചുമ്മാ ഇരുന്ന് വായ്ത്താളം പറയരുത്. എവിഡൻസ് ഇൻഡീഡ്. ആ എവിഡൻസ് അവിടെ കാണിച്ചുകൊണ്ട് ഷോ ചെയ്തുകൊണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് മുട്ട അട്ടി കൊടുത്തുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെന്ത് തീരുമാനിക്കാനാണ്? തീർച്ചയായിട്ടും ഈ വോട്ടിങ്ങും ഇതുപോലെ സുതാര്യമാക്കണം. പബ്ലിക്കിൽ ആളുകൾ വരിക, അവർ വോട്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇത് എണ്ണാനൊരു ദിവസം എന്നൊരു വരാൻ പാടില്ല. ഇത്രയധികം ഫോർവേഡഡ് ആയ ഒരു ടെക്നോളജി ഉള്ളിടത്ത് സ്ക്രീൻ വെച്ചിട്ട് ഓരോരുത്തരെയും വിളിക്കുക, അവരുടെ ഫോട്ടോ പതിക്കുക, എന്നിട്ട് അതിനകത്തിട്ട് ഇതുപോലെ വോട്ടിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ആവും. അതാണ് വഴി. അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ. അപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ഇതുപോലെ കള്ള വോട്ടുകൾ വരും. EV മെഷീൻ എന്തിനിരിക്കുന്നു എന്തോ. തംബ്നെയിൽ ഇംപ്രഷനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇതൊന്നും വർക്കൗട്ട് ആകത്തില്ല. ബിക്കോസ് ദാറ്റ് മച്ച് അത്രയധികം ഫ്രോഡുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പരതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 5 വർഷത്തെ തന്നെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ് ഇവന്മാരൊക്കെ വെറും ഫ്രോഡുകളാണ്. മൊത്തം വിലവാസി കൂടുതൽ, എല്ലാം കൊണ്ടും നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരം സാഹചര്യം. ഈ ഭരണം നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പലരും ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നു. പലരും മർഡർ ചെയ്യപ്പെടുന്നു. കൂട്ടത്തിൽ ഒരാളെയും കൂടെ ഞാൻ പറയാൻ അറിയുന്നു. ഗൗരി ലങ്കേഷ്കർ. എന്താണ് ആ കുട്ടി മരിച്ചതിൻ്റെ കാര്യമെന്നറിയാമോ? അവരൊരു ജേർണലിസ്റ്റാണ്. അവർ കണ്ടുപിടിച്ച, അവർ എഴുതിയ അവസാനത്തെ വാർത്ത ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന വോട്ടിൻ്റെ വിഷയങ്ങളായിരുന്നു. ഇത് പറയാൻ പോയിട്ടാണ് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്.
ഇത്രയും ക്രൂരമായി അവരെ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞ ബുള്ളറ്റിൻ്റെ ഉറവിടം എവിടെ നിന്നെന്ന് അറിയത്തില്ലേ? അതിലുണ്ടല്ലോ ധബോൽക്കറെ കൊന്ന അതേ ബുള്ളറ്റ്, അതേ പിസ്തൾ, അതേ സാധനം കൊണ്ട് അവളെയും കൊന്നിട്ടുണ്ട്. അന്ന് ധബോൽക്കറെ കൊന്നവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് അവർ അല്ലെങ്കിൽ ആ തോക്ക് അവർ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മർഡർ ഇതുപോലെ അതേ തോക്ക് കൊണ്ട് നടക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു സംഘം ആളുകൾ നടക്കുകയാണ്. ആരും ഇതിനെതിരെ ഒന്നും മിണ്ടില്ല. മിണ്ടുന്നവരുടെ നേരെ ഇതുപോലൊരു തോക്കും കൊണ്ട് നടക്കുന്നതാണല്ലോ. കേരളത്തിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാനൊക്കെ സേഫ്. വർഷങ്ങളായി നമ്മൾ ഇവർക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എപ്പോഴും ജീവൻ ഒരു ഭീഷണിയിൽ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നൊരവസ്ഥയുണ്ട്. ഇത്തരം കാഴ്ചകൾ കണ്ടുപിടിച്ച് അതിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി കാണിച്ചൊരു എഫേർട്ട് ഉണ്ടല്ലോ, പറയാതെ പാടില്ല. ഈ മനുഷ്യനും കൊല്ലപ്പെടും ഉടനെ തന്നെ. നോക്കിക്കോളൂ, അതാണ് നടക്കാൻ പോകുന്നത്. അത്രയ്ക്ക് ഭീകരന്മാരാണ് അപ്പുറത്തുള്ളവർ. ഒരു നാണവും മാനവും ഇല്ലാതെ മതം പറഞ്ഞ്, രാഷ്ട്രീയം പറയാതെ, മതം മാത്രം പറഞ്ഞുകൊണ്ട് അവർക്ക് അധികാരം കിട്ടണമെന്നുള്ള ഒരൊറ്റ കാരണത്തിൽ പൊതുസമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൊതുസമൂഹത്തിന് ഇത് തരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നിടത്ത് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ശക്തമായ പ്രക്ഷോഭങ്ങളാണ് വേണ്ടത്. കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആളുകളെ ആക്കുകയാണ് വേണ്ടത്. അവിടെയും കയറിയിരിക്കുന്നു ബ്രൈബറി. വാർത്ത കേൾക്കാം. രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ്, ആ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഇതിൽ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ കള്ളത്തരത്തിന്, ഈ ക്രൈമിന്, ഈ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുചേർന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ഒരു അസംബ്ലി മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വലിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയത്. വലിയ തോതിലുള്ള കള്ളവോട്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തോളം കള്ളവോട്ടെന്ന കണക്കുകൾ നിരത്തിയുള്ള, പടങ്ങൾ നിരത്തിയുള്ള, കള്ള അഡ്രസ്സുകൾ നിരത്തിയുള്ള വലിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജിമ്മി ജെയിംസ് ഉണ്ട് ന്യൂസിൽ നിന്ന്. ജിമ്മി, ഒരു വലിയ വാർത്താ സമ്മേളനം, അണുബോംബ് സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന വാർത്താ സമ്മേളനം, യഥാർത്ഥത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. നിഷേധിക്കാനാവാത്ത തെളിവുകളല്ലേ അദ്ദേഹം നിരത്തി? ഒന്നും പറയാനില്ല. വ്യാജ വോട്ടർമാരായി BJP ചേർത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്ക് എങ്ങനെയായിരിക്കും, ഓരോ നിയമസഭകളിലേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്. അതാണ് ജിമ്മി ഫോം 6-ൽ അദ്ദേഹം കാണിച്ചത് ഒരു പ്രായമായ സ്ത്രീയുടെ ഫോട്ടോയാണ്. ഫോം 6-ലൂടെ, അതായത് പുതിയ വോട്ടർമാർ എന്ന രൂപത്തിൽ 70-കാരിയായ ഒരു സ്ത്രീ വോട്ടർ, അവർക്ക് 2 ID കാർഡ് പല രൂപത്തിലായിട്ടാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്, ID കാർഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. എത്രത്തോളം കൃത്രിമമാണ്! ചിലയിടത്ത് പിതാവിന്റെ സ്ഥാനത്ത് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്, അത് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു വാക്കാക്കാൻ പറ്റാത്ത, ഒരു പേരാക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ. അത്രത്തോളം കൃത്രിമം കാണിക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യേണ്ട, അതുപോലുമില്ല. വെറുതെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് കൂടിയല്ലേ ഇത് തെളിയിക്കുന്നത് ജിമ്മി? സ്മൃതി, ഇതിലും വിചിത്രമാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ച മറ്റു ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് കർണാടകത്തിൽ പല മണ്ഡലങ്ങളിൽ ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു. അത് ഒരുപക്ഷെ കള്ളവോട്ടുകൾ രാജ്യത്ത് പലയിടത്തും, ഇനിയിപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ആരോപിക്കാം. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ പേര് എടുത്തു പറയുന്നുണ്ട്, ആദിത്യ ശ്രീവാസ്തവ. ഇയാൾ പല മണ്ഡലങ്ങളിലല്ല, പല സംസ്ഥാനങ്ങളിൽ ഇതേ ആദിത്യ ശ്രീവാസ്തവ വോട്ട് ചെയ്തതായി കാണുന്നു എന്നുള്ളതാണ്. ഇനി കള്ളവിലാസങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ ഒരു ബ്രൂവറിയുടെയോ ബാറിന്റെയോ വിലാസത്തിൽ 80 പേർ, ഒരു വീട്ടഡ്രസ്സിൽ 46 പേർ. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ അഡ്രസ്സിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ, ഈ ബ്രൂവറിയുടെ വിലാസത്തിൽ പോകുമ്പോൾ ആ അഡ്രസ്സിലെ ബ്രൂവറിയിൽ 80, മറ്റിടത്ത് 46, ഒരാൾ പോലും, ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഒരാൾ പോലും ഈ വിലാസത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ആകെ മൊത്തം കൊനഷ്ടോ. ഏതായാലും ഇതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ഒക്കെ ഇതിനൊരു ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഇനി ഒരു കാര്യം, കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന ഒരു സംഗതി തേച്ചുമാച്ച് കളയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഞാൻ അതിനകത്ത് മുസ്ലിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞതിൻ്റെ റീസണും അതാണ്. ആരെങ്കിലും അത് ഏറ്റെടുക്കുമെങ്കിൽ ഏറ്റെടുക്കട്ടെ, അത് മുസ്ലിങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞത് അത് വെറും മുസ്ലിങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു സംഗതിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ സേഫ് ആകുമെന്നാണ്. അതിൻ്റെ വീരേന്ദ്ര ഹെഗ്ഡെ MP ആയിരിക്കുന്ന അയാൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അത് എത്രത്തോളം മാരക സപ്പോർട്ടാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത്. അവിടെ നിന്നുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അതൊരിക്കലും പബ്ലിക്കിൽ വരില്ല, അവർക്ക് ശിക്ഷയുണ്ടാവില്ല. അവിടെ അങ്ങനെയായി. നാട്
മുങ്ങി താഴ്ന്നു കഴിഞ്ഞു. ഫാസിസത്തിൻ്റെ കയ്യിലേക്കാണ്. ഒരു രക്ഷയുമില്ല. ജനാധിപത്യമൊക്കെ മരിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ ഇനി എന്നാണ് ഇതൊക്കെ കേരളത്തിലേക്ക് വരുന്നു എന്ന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ബാക്കി ഏകദേശമൊക്കെ അവർ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ്റെ കാര്യവും പറയുന്നുണ്ട്, അറിയില്ല. കർണാടകയിലെ ഇഷ്യൂ ആണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. വോട്ടിംഗ് മെഷീൻ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നുണ്ട്. ഒന്നുമല്ല കേട്ടോ, വോട്ടിംഗ് മെഷീൻ മാറ്റിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തിലും അവർ മറിമായം കാണിക്കും. സ്ട്രോങ് ആയി സ്ട്രെങ്തനോടുകൂടി തലയെടുപ്പോടുകൂടി അവർക്ക് ശക്തരായ എതിരാളികളായി ഇപ്പുറത്ത് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ യോഗി അത് ഇത് മതം പിന്നെ പൂജ ഇങ്ങനെയുള്ള കുറേ അധികം കുന്തങ്ങൾ കുടച്ചക്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റി അവർ എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവർ ഇതിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസാണ്. വരും ദിവസങ്ങളിൽ അവർ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത്രത്തോളം പ്രശ്നത്തിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയില്ല ആര് സേവ് ചെയ്യും, ആരെ കൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നും അറിയത്തില്ല. രാഹുലിനെ സപ്പോർട്ടീവായിട്ട് പ്രിയങ്കയുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യവും വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളെന്ന് തന്നെ ഞാൻ പറയും. കാരണം അവർ രണ്ടുപേരും അത്രയും മെച്ചൂർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശമൊക്കെ ശക്തമായ ഭാഷകളിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പാമ്പറിങ് കിഡ്സാണ്. എത്രത്തോളം അവർക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ക്രൂര മുഖങ്ങളാണ് അപ്പുറത്ത്, ക്രിമിനൽസുകളാണ്. ഇവരോട് എങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ? ഏതെങ്കിലും ഒന്നിനെ അവർ കൊല്ലും. അപ്പോൾ തന്നെ മറ്റത് പേടിച്ച് പൊയ്ക്കോളുന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ്. അങ്ങനെ സംഭവിച്ചാലും അത് ഗെയിനാണ്. കാരണം അടുത്ത ആൾക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടും, അതിനെയും കൊല്ലുമല്ലോ. ഇവിടെ കൊന്നുകളയുക ഈസി ആയിട്ടാണ് അവർ ഫീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഗൗരി ലങ്കേഷ്കറുടെ അവസാനത്തെ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച ഒരു വലിയ വിഷയമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നവർക്കൊക്കെ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇന്നും അതിന് വേണ്ടിയിട്ട് ഒരു എഫർട്ട് എടുക്കുകയോ അവരെ പിടിക്കാനോ ഒന്നും നടന്നില്ല. എന്തിനാണ് നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ ഇവർക്കെതിരെ സംസാരിച്ച ഒരു IPS അതിനകത്ത് കിടക്കുന്നത് കണ്ടില്ലേ? നീതി അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ന് നഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞ ഒരു MLA ഉൾപ്പെടെ കത്തിച്ച് കളഞ്ഞു. എത്ര പേരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളെപ്പോഴും നിസ്സഹായരാണ്. അപ്പുറത്ത് നിൽക്കുന്നവർക്കല്ലേ ഈ നഷ്ടമുള്ളൂ, നമുക്കില്ലല്ലോ എന്ന് സമാധാനിപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ സമാധാനിക്കുന്നവരോടാണ്. ആ നഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ അധിക ദിവസമൊന്നുമില്ല. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അത് തുടിച്ചഴുകി അത് നമ്മുടെ അടുത്തേക്ക് എന്നെ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒത്തിരി വിശേഷങ്ങളുണ്ട് പറയാൻ. ചില ലിമിറ്റേഷൻസ് എനിക്കുമുണ്ട്. കാരണം എനിക്കും ജീവഭയമുണ്ട് എന്നുള്ളതാണ്. തർക്കം വേണ്ട. പ്രതിഷേധങ്ങളുണ്ടാവും, പ്രതികരണങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നില. താങ്ക് യു സോ മച്ച്.